ഹായ് ഗുഡ് മോർണിംഗ്. കലാതർപ്പണയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഷൂട്ടിന് പോകേണ്ട ദിവസമാണ്. അതുകൊണ്ട് ഇപ്പം രാവിലെ എഴുന്നേറ്റു. അപ്പം ഉച്ചയ്ക്ക് കഴിക്കേണ്ട ലഞ്ച് റെഡിയാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം. എന്നിട്ട് നമ്മൾ നേരെ സ്റ്റേഷനിലേക്ക് പോവാം. ആദ്യം ഒരു കപ്പ് ചായ ഉണ്ടാക്കി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചപ്പാത്തി റെഡിയാക്കി. ലഞ്ചിന് ചപ്പാത്തി ആയിരുന്നു. മോനും ചപ്പാത്തി മതി എന്ന് പറഞ്ഞുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും ചപ്പാത്തി ആയിരുന്നു. പിന്നെ പെട്ടി അറേഞ്ച് ചെയ്തു. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ട് ഇന്ന്. അപ്പോൾ ഒന്ന് അമ്പലത്തിലൊക്കെ പോയി വരാം. ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. വെറുതെ എല്ലാ ദിവസവും ഞാൻ അമ്പലത്തിൽ പോകാറൊന്നുമില്ല ഷൂട്ടിന് പോകുമ്പോൾ. അപ്പോൾ ഇന്നൊരു പ്രത്യേകതയുണ്ട്. അതേതായാലും അമ്പലത്തിൽ പോകുന്ന വഴിയിൽ പറയാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒന്ന് റെഡിയാവാം പെട്ടെന്ന്. ഇതെന്താ ഇങ്ങനെ ചവച്ചുകൊണ്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കേണ്ട. വായിൽ ബബിൾഗൊന്നല്ല, ബദാമാണ് വായിലിട്ടിട്ടുള്ളത്. അപ്പം കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ലിപ്സ്റ്റിക് ഇട്ട് എൻ്റെ മേക്കപ്പ് റെഡി. പിന്നെ വിശേഷം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഞാൻ ജനിച്ച നാളാണ് ഇന്ന്. നമ്മളിപ്പം പണ്ടൊക്കെ, അതായത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 18 വയസ്സ് വരെയൊക്കെ ശരിക്കും നമ്മൾ വീട്ടിലൊക്കെ ആഘോഷിച്ചുകൊണ്ടുണ്ടായത് നമ്മളെ നക്ഷത്രമായിരുന്നു. ഇപ്പോൾ അടുത്തായിട്ട് നമ്മൾ അതിന് ശേഷം കല്യാണം കഴിച്ച് വന്ന ശേഷമാണ് ഡേറ്റാണ് സെലിബ്രേറ്റ് ചെയ്യുക. ശരിക്കും ബർത്ത്ഡേ എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഡേറ്റാണ്. ബർത്ത് സ്റ്റാറാണ് നമ്മളൊക്കെ നോക്കിക്കൊണ്ടുണ്ടായത്. ഞാനെപ്പോഴും എൻ്റെ നക്ഷത്രം സെലിബ്രേറ്റ് ചെയ്യുക എൻ്റെ വീട്ടിൽ പോയിട്ടാണ്. അമ്മ അവിടെ എനിക്ക് സ്പെഷ്യലായിട്ട് എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കും. അതിൽ മെയിനായിട്ട് ചക്ക കൊണ്ട് ഉണ്ടാക്കുന്ന മൂളിച്ചു എന്ന് പറയും ഞങ്ങൾ. അതാണ് എൻ്റെ ഫേവറേറ്റ് സാധനം. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് എന്നും സ്പെഷ്യലായിട്ട് ഉണ്ടാകുന്ന ഒരു ഐറ്റം അതാണ്. പിന്നെ ഇവിടെ വന്ന ശേഷമാണ് ബർത്ത് സ്റ്റാറിന് ബർത്ത് ഡേ. ഇപ്പോൾ ഇവിടെ കാഞ്ഞങ്ങാട് എത്തിയ ശേഷം, കല്യാണം കഴിഞ്ഞ് വന്ന ശേഷം ബർത്ത് ഡേ ആണ്. പിന്നെ എന്തായാലും കുഴപ്പമില്ലേ, പ്രായമായി വരികയല്ലേ ഈ ചെയ്യുന്നത്. ഞാനും 40കളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റേഷനിലെത്തി. ട്രെയിൻ ലേറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ട്രെയിനിൽ അവസാനം കയറി. ഭയങ്കര ഹറിബറി ആയിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളും അതിനിടയിൽ ഫുഡ് ഉണ്ടാക്കലെല്ലാം ആയതുകൊണ്ട് എന്തെങ്കിലും മറന്നോ എന്നുള്ളൊരു ടെൻഷനും കൂടി അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കണ്ടിന്യൂറ്റിക്ക് ഉള്ള ഡ്രസ്സ് എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ നല്ല പണിയായേനെ. പിന്നെ ഉച്ചയാകുമ്പോഴേക്ക് ഞാൻ ലഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞില്ല, ചപ്പാത്തി ഉണ്ടാക്കിയത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ലഞ്ച് ഞാൻ ഒരു 12-12:15 ഞാൻ കഴിച്ചു. പിന്നെ നല്ലൊരു മഴയെല്ലാം തുടങ്ങി. അപ്പോൾ ഈ ചില സമയത്ത് എന്താ പറയേണ്ടത്, വല്ലാത്തൊരു മൂഡ് ഓഫ് പോലെയാണ്. പ്രത്യേകിച്ച് നാളെ ക്ലാസ്, അതായത് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ശനിയാഴ്ചയാണ്. ഞായറാഴ്ച എനിക്ക് ക്ലാസ്സിലെ ദിവസമാണ്. അപ്പോൾ ക്ലാസ്സിലെ ദിവസം അത് മിസ് ചെയ്തുകൊണ്ട് ഷൂട്ടിന് പോകുന്നത് കുറച്ച് ടെൻഷനില്ല കാര്യം എന്നെ സംബന്ധിച്ച്. പക്ഷെ എന്നാലും ഞാൻ ട്രാവൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം ഉറങ്ങും. എനിക്ക് നടുവിന് വയ്യ. അപ്പം അതുകൊണ്ട് കൂടുതൽ നേരം ഇങ്ങനെ ഇരിക്കാൻ വയ്യാത്തത് കൊണ്ട് ഇങ്ങനെ ഈ പറയുന്ന പോലെ കുറച്ച് കിടന്ന് കുറച്ച് ഇരുന്നൊക്കെ ചില സ്ഥലത്ത്, പ്രത്യേകിച്ച് ആലപ്പുഴ ആ സൈഡിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ കിടക്കാൻ നിൽക്കാറില്ല. എനിക്കിഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ എൻ്റെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. പലപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ബോറടിക്കൂല, ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ, അതും ഈ ഡേ ടൈമിൽ എങ്ങനെ യാത്ര ചെയ്യുന്നത്, രാത്രിയാണെങ്കിൽ ഒരു ഉറക്കം കഴിയുമ്പോഴേക്കും അവിടെ എത്താലോ, ഇങ്ങനെയൊക്കെ പറയും. വീട്ടിൽ നിന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ ഹസ്ബൻഡ് പലപ്പോഴും ചോദിക്കും, നൈറ്റിലെടുത്ത് തരണോ? ചില സമയത്ത് ചോദിക്കും, നൈറ്റിലെടുത്ത് ഒരു ഉറക്കം കഴിയുമ്പോൾ നീ അവിടെ എത്തുമല്ലോ. എന്നാലും ടെൻഷനാണ് നൈറ്റിൽ യാത്ര. നമുക്ക് അതായത് യാത്ര ചെയ്യുന്നത് അവർക്ക് ടെൻഷനുള്ള കാര്യമാണെങ്കിലും ഈ ബോറിങ് മാറ്റാൻ വേണ്ടി അങ്ങനെ ഞാൻ വർക്കിൽ ഇറങ്ങി കേട്ടോ. വർക്കിൽ ഇറങ്ങിയിട്ട് എനിക്കൊന്നും തിരിയുന്നുണ്ടായില്ലായിരുന്നു. ഞാൻ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഇറങ്ങിയത്. അപ്പം അവിടുന്ന് എനിക്ക് ഫസ്റ്റിലേക്ക് പോകണം. അവിടെയാണ് പ്രൊഡക്ഷൻ വണ്ടി വരിക. അപ്പം ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കുറച്ച് പേര് പോകുന്ന വഴിയിൽ ഞാനങ്ങ് പോയി. ഇതിൻ്റെ ഫ്ലൈ ഓവർ എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നല്ലോ. ദൂരത്ത് നോക്കുമ്പോൾ ഇത് കാണുന്നുണ്ടായില്ലായിരുന്നു. അവസാനം ഞാനിത് കണ്ടുപിടിച്ച് ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് ഞാൻ ചിന്തിക്കുന്ന കാര്യം, എൻ്റെ ഇത്ര വെയിറ്റുള്ള ബാഗും കൊണ്ട് ഞാൻ എങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് എത്തുന്നില്ലതാണ്. എന്നാൽ വേറെ നോർമലി ഞാൻ ലിഫ്റ്റ് തിരയാറുണ്ട്, എവിടെ എത്തിയാലും അപ്പം ലിഫ്റ്റ് നോക്കാറുണ്ട്. പക്ഷേ എനിക്കിന്ന് ആ ബുദ്ധി പോയിട്ടില്ലായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് പെട്ടിയെടുത്ത് മുകളിലേക്ക് എത്തി. എങ്ങനെയല്ലോ വലിച്ചെന്ന് പറയണം. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുത്തി മുകളിലെത്തുമ്പോൾ ലിഫ്റ്റ് വന്നു. അപ്പം ഞങ്ങൾ വണ്ടി റെഡി ആയിട്ടുണ്ട്. വൈകിട്ട് ഞാൻ എന്നെ കൂട്ടാൻ വന്ന വണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വണ്ടിയിൽ കയറി എൻ്റെ റൂമെത്തി. ഇതൊരു അപ്പാർട്ട്മെൻറ്റാണ്. അത് 2 ബെഡ്റൂമാണ് ഇതിൽ വരുന്നത്. ഒരു കോമൺ ബാത്റൂം ഉണ്ട്, മറ്റ് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. അപ്പം ഒന്ന് നന്നായിട്ട് ഒന്ന് കുളിച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് നാളെ രാവിലെ ലൊക്കേഷൻ വണ്ടി വരുമ്പോഴേക്ക് റെഡിയായി ഷൂട്ടിന് പോകണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. തുടർന്നും എൻ്റെ വീഡിയോസ് കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.